അപ്പോൾ സുചന്ദ്രൻ നമുക്കപ്പോൾ ഉണ്ട് പ്രസ് സ്റ്റോപ്പിൽ ശ്രീമാൻ സുചന്ദ്രൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഈ കൂട്ടലും കിഴിക്കലും ഇത് തന്നെ പത്രങ്ങളിൽ ഇത് തുടരുകയാണ്. അടുത്ത 10-20 ദിവസം ഇത് തന്നെയാവും. നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ വാർത്തകൾ മുൻപേജുകളിൽ നിന്ന് ഒട്ടൊന്ന് പിൻവാങ്ങിയെങ്കിലും വിശകലനമായും ഒക്കെ എഡിറ്റ് പേജുകളിൽ നിറയുകയാണ്. മലയാളിയുടെ ആകാംക്ഷ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഒരു ദിവസം LDFന് അനുകൂലമായ ട്രെൻഡ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നു, പിറ്റേ ദിവസം UDFന് അനുകൂലമായി, ഇതിനിടെ BJPയുടെ പ്രതീക്ഷകൾ ഇതുപോലെയൊക്കെ തന്നെ പത്രങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും എന്തായാലും CPMൻ്റെ സെക്രട്ടേറിയറ്റ് കൂടുകയാണ്. അതിനു മുമ്പ് ജില്ലാതല കണക്കുകളൊക്കെ വന്നതിൻ്റെ വിശദാംശങ്ങളുണ്ട്. ഏതായാലും മനോരമയുടെ 1-ാം പേജിൽ നമ്മൾ വേദനയോടെ അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ലൈവായി നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അതേ വാർത്ത തന്നെയാണ്. അപമാനിച്ചു, ജീവനെടുത്തു എന്ന വാർത്ത, നിതിൻ രാജിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്ത വലിയ പ്രാധാന്യത്തോടെ, ഒരുപക്ഷെ ആർട്ടിമിസ് വാർത്തയെക്കാളിൽ പ്രാധാന്യത്തോടെ മനോരമ 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. ജാതി, നിറം, അച്ഛൻ്റെ തൊഴിൽ, ഇതൊക്കെ പറഞ്ഞ ആ കുട്ടിയെ അപമാനിച്ചെന്നും അവസാനം പരമാവധി അപമാനത്തിൻ്റെ മൂർധന്യത്തിലാണ് കോളേജ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ആ കുട്ടി ചാടി മരിച്ചതെന്നുമാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. 2 അധ്യാപകർക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. നിതിൻ തുടർച്ചയായിട്ട് ജാതി അധിക്ഷേപം നേരിട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. കണ്ണൂർ ഡെൻ്റൽ കോളേജിലെ 1-ാം വർഷ BDS വിദ്യാർത്ഥി, തിരുവനന്തപുരം ആനമങ്ങാട് സ്വദേശി RL നിതിൻ രാജ്, അങ്ങനെയാണ് അവൻ്റെ മുഴുവൻ പേര്. 22 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ കോളേജിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. പുഴുത്ത പട്ടി എന്നൊക്കെ വായിക്കുമ്പോൾ പോലും നമ്മുടെ ശരീരം പെരുത്തു വരുന്ന പോലത്തെ ഒരവസ്ഥയുണ്ട്. ആ മരണവും അതിനോട് അനുബന്ധിച്ചുള്ള വീട്ടിലെ രംഗവുമൊക്കെ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കാലത്തും ജാതി നിലനിൽക്കുന്നു. രക്തത്തെക്കാൾ കട്ടിയുള്ള ജാതി, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ ഓരോരോ സംഭവങ്ങളിലൂടെ തിരിച്ചറിയുകയാണ്. ആ ദുഃഖവാർത്തയാണ് മനോരമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊരു വാർത്ത, ഇപ്പോൾ JD വാൻസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയൊക്കെ പരാജയപ്പെട്ടു ആദ്യഘട്ടം എന്ന വാർത്ത അല്പം മുമ്പ് നമ്മളും റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അതിനു മുമ്പ് US-മായുള്ള സമാധാന ചർച്ചയ്ക്കായി ഇസ്ലാമാബാദിലേക്ക് പുറപ്പെട്ട വിമാനത്തിൻ്റെ സീറ്റുകളിൽ വച്ചിരിക്കുന്ന US ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങൾക്കും ബാഗുകൾക്കുമരികിൽ ഇറാൻ പാർലമെൻറ്റ് സ്പീക്കർ ബാക്കിർ ഖാലിബാഫ് നിൽക്കുന്ന ചിത്രം. അതായത് അദ്ദേഹം പോയത് കുട്ടികൾക്കൊപ്പമാണ് എന്ന തരത്തിലാണ് ആ വാർത്ത വന്നത്. അത് റോയിറ്റേഴ്സിൻ്റെ വാർത്താ ചിത്രമാണ്. അതും ഒരു വേദനിപ്പിക്കുന്ന ചിത്രം. മലയാള മനോരമയുടെ 1-ാം പേജിൽ ആ കുഞ്ഞുകുട്ടികളുടെ ബാഗുകളും ഒപ്പം അവരുടെ ചിത്രങ്ങളുമായിരുന്നു. അവരായിരുന്നു സഹയാത്രികർ അദ്ദേഹത്തിൻ്റെ എന്ന വാർത്ത മനോരമ മുൻ പേജിൽ 1-ാമതായി തന്നെ നൽകിയിരിക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് വിശദാംശങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ 7-ാമത്തെ പേജിൽ മനോരമയുടെ മിക്ക പേജുകളിലും വാർത്ത ഇതൊക്കെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് വിശദാംശങ്ങൾ, വിലയിരുത്തലുകൾ ഒക്കെ തന്നെയാണ്. CPMൻ്റെ വിലയിരുത്തൽ 80 സീറ്റ് വരെ നേടാമെന്നാണ്. കോഴിക്കോട് കനത്ത നഷ്ടമുണ്ടാകും. അമ്പലപ്പുഴയിൽ സാധ്യത G സുധാകരനാണെന്ന് CPM വിലയിരുത്തുന്നു. 4 മന്ത്രിമാർ ജയിക്കും. 15 സീറ്റ് നിലനിർത്തുന്ന CPയുടെ പ്രതീക്ഷയുണ്ട്. ഏതായാലും തിരുവനന്തപുരം ഏകദേശം 80 സീറ്റ് നേടി ഭരണം നിലനിർത്താനാകുമെന്നാണ് CPMൻ്റെ ജില്ലാതല കണക്കുകൾ. അത് ക്രോഡീകരിച്ചെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുകയാണ്. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി നടത്തുന്ന ഒരു പ്രതികരണത്തിലായിരിക്കും CPMൻ്റെ യഥാർത്ഥ ടോൺ എന്താണെന്ന് പുറത്തേക്ക് വരിക, അവരുടെ പ്രതീക്ഷ എന്താണെന്ന് പുറത്തേക്ക് വരിക. ഏതായാലും ഇത് ജില്ലാതലത്തിലുള്ള കണക്കുകൾ ക്രോഡീകരിച്ചതാണ്. 80 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് CPM ഇപ്പോഴും കരുതുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പേ നേരത്തെ പറഞ്ഞ പോലെ ഈ കണക്കുകളൊക്കെ ജില്ലാ നേതൃത്വങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക്, സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നൽകിക്കഴിഞ്ഞു. കഴിഞ്ഞ തവണ 90 സീറ്റ് നേടി ആ ആധിപത്യമൊന്നും ഇത്തവണ ഉണ്ടാകില്ലെങ്കിലും ഭരണം ഉറപ്പാണെന്ന് തന്നെ CPM ഇപ്പോഴും കണക്ക് കൂട്ടുന്നുണ്ട്. മറ്റ് ധാരാളം വാർത്തകളുണ്ട് കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ക് തീർക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂരിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളൊക്കെയുണ്ട്. വിശദവായനയ്ക്കായി മനോരമയിൽ ഇന്നലത്തെ സഞ്ജുവിൻ്റെ പ്രകടനം ചേട്ടാ ചെന്നൈ എന്നാണ് കൊടുത്തിരിക്കുന്നത് സ്പോർട്സ് പേജിൽ മനോരമ. സഞ്ജു ആരാധകരെ ത്രസിപ്പിക്കുന്ന ഒരു സ്റ്റോറിയുടെ തുടക്കത്തിലെ സെൻറ്റൻസൊക്കെ അങ്ങനെയാണ്. വേനൽ വീഴ്ത്തിയ മുറിവുണക്കാതെ ഒരു മഴക്കാലവും കടന്നു പോകാറില്ല. ഫോം ഔട്ട് നൽകിയ നീറ്റൽ മാറാതെ സഞ്ജു സാംസണും കളം വിടാറില്ല. അല്പം വൈകിയെങ്കിലും പുൽനാമ്പുകളിൽ, പുതിയ മേച്ചിൽപ്പുറത്തെ പുൽനാമ്പുകളിൽ സഞ്ജു സാംസൺ തൻ്റെ പേര് പതിപ്പിച്ചു എന്നാണ് ചേട്ടാ ചെന്നൈ എന്നതിനൊപ്പം മഞ്ഞ ജേഴ്സിയിൽ സഞ്ജു ആദ്യ സെഞ്ചുറി നേടിയതിൻ്റെ ചിത്രവും വിശദമായി സഞ്ജു ആരാധകരെ ത്രസിപ്പിക്കും വിധം മനോരമ നൽകിയിരിക്കുന്നു. ഇനി മാതൃഭൂമിയിലേക്ക് വന്നാൽ മാതൃഭൂമിയിൽ പ്രധാന ഹെഡ്ലൈൻ ചന്ദ്രഹാസം. ഒറിയോൺ പേടകം മടങ്ങിയെത്തിയതിനെ പറ്റിയാണ്. ആർട്ടിമിസ് 2 ദൗത്യത്തിന് ശുഭപര്യവസായം. ചങ്ക് പിടഞ്ഞ നിമിഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവസാന നിമിഷം ഭൂമിയിലേക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നതിന് തൊട്ടു മുമ്പുണ്ടായ നിമിഷങ്ങളെ ഒരു വാങ്മയ ചിത്രമായി മാതൃഭൂമി അവതരിപ്പിക്കുന്നുണ്ട്. ഐതിഹാസികമായ ആ യാത്രയിലെ ഏറ്റവും അപകടം പിടിച്ച ഘട്ടമായിരുന്നു ഭൂമിയിലേക്കുള്ള മടക്കം. ശബ്ദത്തേക്കാൾ 12 മടങ്ങ് വേഗത്തിലാണ് ഓറിയോൺ ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നത്. അന്തരീക്ഷവുമായുള്ള ഘർഷണത്തിൽ പേടകത്തിന് പുറത്തെ ചൂട് 2700 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. ആ സമയത്ത് 6 മിനിറ്റ് നേരം പേടകവുമായുള്ള
തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട സമയം, ഇതൊക്കെ വളരെ വിശദമായി ചന്ദ്രഹാസം എന്ന മനോഹരമായ തലക്കെട്ടോടുകൂടി മാതൃഭൂമി കൊടുത്തിരിക്കുന്നു. മാതൃഭൂമിയുടെ 5-ാം പേജിൽ കൂട്ടിയും കിഴിച്ചും പാർട്ടികൾ. അമ്പലപ്പുഴയിൽ UDF, പത്തനംതിട്ട തൂക്കും CPM. തെരഞ്ഞെടുപ്പ് ചൂടാറാതെ സീറ്റുകൾ സംബന്ധിച്ച നേട്ടവും നഷ്ടവും കണക്കുകൂട്ടി പാർട്ടികൾ. ജി സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ അമ്പലപ്പുഴയിൽ ഇക്കുറി കടുപ്പമെന്നാണ് LDF വിലയിരുത്തൽ. അങ്ങനെ നേരത്തെ മനോരമ വാർത്തയിലുള്ളത് മാതിരി അധിക വിശദാംശങ്ങളുണ്ട്. അധികമായി 5 സീറ്റ് നേടുമെന്നാണ് ലീഗ് പറയുന്നത്. റോഷി ജയിക്കുമോ എന്ന കാര്യത്തിൽ LDFന് ആശങ്കയുണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും. ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൽ ആശങ്ക. ലാഭവും നഷ്ടവും നോക്കുന്നില്ല എന്ന BJPയുടെ ഉള്ളിലെ ഒരു വാർത്തയാണ്. ക്രിസ്ത്യാനികളെ കൂടെ നിർത്താനുള്ള ഔട്ട്റീച്ച് തദ്ദേശത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാളി എന്ന ആശങ്കയിലാണ് BJP. 12 മണ്ഡലങ്ങളിൽ ജയസാധ്യതയുണ്ടെന്ന് കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയ സംസ്ഥാന ഘടകം ഇപ്പോൾ വിജയക്കണക്കിൽ പിന്നോട്ട് പോവുകയാണ്. ഒപ്പം PC ജോർജ് ഉയർത്തുന്ന വിവാദം, അതിനെ പിന്തുണയ്ക്കുന്നു നേതൃത്വം. അപലപനീയമെന്ന് VD സതീശൻ പറയുന്നു. PC ജോർജിനെതിരെ ഹൈബി ഈഡൻ രംഗത്തെത്തിയിരിക്കുന്നു. തുടങ്ങിയ വാർത്തകളൊക്കെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. സഞ്ജുവിൻ്റെ വാർത്ത സെഞ്ചുറി എന്നാണ് കൊടുത്തിരിക്കുന്നത്. സെഞ്ചുറി എന്ന് പറഞ്ഞ് മുൻപേജിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. സഞ്ജുവിൻ്റെ ഉള്ളിൽ സെഞ്ചുറിക്ക് സെഞ്ചുറി, സഞ്ജു സാംസൺ സെഞ്ചുറി. ആ സ്കോറ് ഡൽഹിയെ 23 റണ്ണിന് തോൽപ്പിച്ച ത്രസിപ്പിക്കുന്ന മത്സരത്തിൻ്റെ വിശദാംശങ്ങൾ മാതൃഭൂമി നൽകിയിരിക്കുന്നു. ദേശാഭിമാനിയിലേക്ക് വന്നാൽ ഒന്നാമത്തെ വാർത്ത ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൂട്ടപലായനം എന്നാണ്. LPG ക്ഷാമം പ്രതിസന്ധിയിലായി. കുടിയേറ്റ തൊഴിലാളികളൊക്കെ പ്രതിസന്ധിയിലാവുകയാണ്. ഡൽഹി, മുംബൈ, അഹമ്മദാബാദ് നഗരങ്ങളിൽ നിന്ന് ബീഹാറിലേക്കും UPയിലേക്കും മധ്യപ്രദേശിലും തൊഴിലാളികൾ കൂട്ടത്തോടെ മടങ്ങുകയാണ്. നമുക്ക് തന്നെ അറിയാം, ഹോട്ടലുകളിലൊക്കെ ചെന്നാൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പഴയ എണ്ണം ഇപ്പോൾ ഇല്ല. സ്റ്റാഫായിട്ടൊക്കെ ഇവരൊക്കെ പാചകവാതകമില്ലാത്തതുകൊണ്ട് മടങ്ങിയിട്ടുണ്ട്. കോവിഡിന് സമാനമായ സ്ഥിതിയാണെന്ന് ദേശാഭിമാനി പറയുന്നു. 5 കിലോ സിലിണ്ടറിൻ്റെ കരിഞ്ചന്തയിലെ വില ഇപ്പോൾ 2000 രൂപ വരെയാണെന്നാണ് ദേശാഭിമാനി പറയുന്നത്. 5 കിലോ സിലിണ്ടറിൻ്റെ. തെരഞ്ഞെടുപ്പ് വിശദാംശങ്ങളിലേക്ക് വന്നാൽ വടക്ക് വോട്ട് കൂടി. കേരളത്തിലെ വോട്ടിംഗ് ട്രെൻഡ് എങ്ങനെയായിരുന്നു? തെക്ക് വോട്ട് കുറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം ഉയർന്നെങ്കിലും 71 മണ്ഡലങ്ങളിൽ ആകെ ചെയ്ത വോട്ടിൻ്റെ എണ്ണം 2021 കുറഞ്ഞതായി കണക്ക്. പോളിംഗ് ശതമാനം ഉയർന്നു എന്ന് പറഞ്ഞ് UDF വെക്കുന്ന ആ പഴയ ഫോർമുലയിലെ പ്രതീക്ഷയെ ഗണ്ണിക്കുകയാണ് ഈ കണക്കിലൂടെ ദേശാഭിമാനി ഇവിടെ ചെയ്യുന്നത്. മഡ്യൂറോയെ കൊണ്ടുപോയിട്ട് 100 ദിവസമായി എന്ന വാർത്ത ദേശാഭിമാനി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കയിൽ അധിനിവേശവും എണ്ണക്കൊള്ളയും രക്ഷപ്പെട്ട് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോയെ അമേരിക്കൻ സാമ്രാജ്യത്വം തട്ടിക്കൊണ്ടുപോയിട്ട് ഇന്ന് 100 ദിവസം തികയുന്നു. മറ്റു പത്രങ്ങളിൽ ഏതായാലും ആ വാർത്ത കണ്ടില്ല. സഞ്ജുവിൻ്റെ വാർത്ത സെഞ്ചുറി മന്നൻ എന്ന് പറഞ്ഞാണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി വീക്ഷണത്തിലേക്ക് വന്നാൽ രാഷ്ട്രീയ പത്രങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുക, മുഖപത്രങ്ങൾ വായിക്കുക കൗതുകകരമാണ്. ഡീലിലും പിടിച്ചു നിൽക്കാനാവാതെ LDF. ആ രൂപത്തിലാണ് ദേശാഭിമാനിയിൽ കൊടുത്തിരിക്കുന്ന വാർത്ത. വോട്ടിംഗ് ട്രെൻഡ് അങ്ങനെയൊന്നും ഇല്ല. അതായത് പോളിംഗ് ശതമാനം കൂടിയതുകൊണ്ട് പ്രത്യേകിച്ച് UDFന് നേട്ടമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ഡീലിലും പിടിച്ചു നിൽക്കുന്നില്ല LDF എന്നാണ് പറയുന്നത്. മന്ത്രി റിയാസ് പരാജയപ്പെടുമെന്ന് IB റിപ്പോർട്ട്. പേരാവൂരിലും പറവൂരിലും വടകരയിലും BJP വോട്ട് മറിച്ചു എന്ന് വീക്ഷണം 1-ാം പേജിൽ ഹൈലൈറ്റായിട്ട് തന്നെ കൊടുക്കുമ്പോൾ അവിടെ UDFനുള്ളൊരു കോൺഫിഡൻസ് കുറവ് കൂടി ആ വാചകത്തിലുണ്ട്. LDF കൺവീനർക്കായി സംഘപരിവാർ പരസ്യമായി രംഗത്തിറങ്ങി എന്നതടക്കം ഉള്ള വാർത്ത വീക്ഷണം മുൻപിൽ കൊടുക്കുന്നുണ്ട്. വീക്ഷണത്തിൻ്റെ മറ്റൊരു വാർത്ത കാവൽ സർക്കാരിൻ്റെ കഴുത്തിന് പിടിച്ചു എന്നാണ്. സെക്രട്ടേറിയറ്റിലെ ഓഫീസ് ഓൺലൈൻ സംവിധാനത്തിൻ്റെ പ്രവർത്തനം ഈ മാസം 15 വരെ നിർത്തിവെക്കാനുള്ള സർക്കാർ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് തടഞ്ഞു. IT വകുപ്പ് എടുത്ത തീരുമാനത്തിന്മേലാണ് നടപടി. വോട്ടെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ കാവൽ സർക്കാരായി തുടരുന്ന പിണറായി മന്ത്രിസഭയ്ക്ക് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞാണ് നടപടി. അത് പ്രാധാന്യത്തോടെ വീക്ഷണം 1-ാം പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി ജന്മഭൂമിയിലേക്ക് വന്നാൽ മതത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിച്ചാൽ വിമർശിക്കും BJP. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയും PC ജോർജുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കത്തിൻ്റെ തുടർച്ചയായി അതിൽ BJP നേരിട്ട് ഇടപെടുകയാണ്. സംഘടനാ സെക്രട്ടറി സുരേഷ് ഇന്നലെ നേരിട്ട് വന്ന് PC ജോർജിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസും ദീപിക പത്രവും നടത്തുന്ന ദുർവ്യാഖ്യാനങ്ങൾക്കും രാഷ്ട്രീയ നീക്കങ്ങൾക്കുമെതിരെയാണ് ഷോൺ ജോർജ് പ്രതികരിച്ചതെന്ന് അഡ്വക്കേറ്റ് സുരേഷ് പറഞ്ഞ വാർത്ത 1-ാമത്തെ വാർത്തയായി ജന്മഭൂമി കൊടുത്തിരിക്കുന്നു. ഇന്നത്തെ ദീപിക നോക്കിയപ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ജൽപ്പനങ്ങൾക്കെതിരെ ഉള്ള പ്രതികരണം എന്നല്ലാതെ മറ്റ് വാർത്തകൾ ഇന്നലത്തെ പോലെ രൂക്ഷമായ ഭാഷയിൽ ഇന്നേതായാലും ദീപിക നോക്കിയിട്ട് കാണാനില്ല. ജന്മഭൂമിയിലെ മറ്റൊരു വാർത്ത കല്യാണ കൊടുക്കൽ CPM എന്നാണ്. അതായത് വൈറൽ കേരള സ്റ്റോറി. വകുപ്പുകൾ കൊടുക്കുമെന്ന് നിയമവിദഗ്ധർ. ഈ കുംഭമേളയിലെ പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുത്ത കേസിൽ സംസ്ഥാന സെക്രട്ടറി അടക്കം കുടുങ്ങും എന്നാണ് ജന്മഭൂമി പറയുന്നത്. ഇനി ചന്ദ്രികയിലേക്ക് വന്നാൽ ചന്ദ്രിക ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. ഈ അടിച്ച് പണിക്കുറ്റം തീർക്കും അല്ല, അത് വാർത്തയിലേക്ക് വന്നാൽ സൈബർ തടാകത്തിൽ CPMനായി ഒഴുകുന്ന വെള്ളം മാറ്റത്തിന് ഇനി 22 നാൾ. ഭരണമാറ്റത്തിനുള്ള ദിവസങ്ങൾ എണ്ണിത്തുടങ്ങി ചന്ദ്രിക. ഉറപ്പായും ഭരണത്തിലേക്ക് വരും. 140 നിയോജക മണ്ഡലങ്ങളിലെയും ഫലം പ്രഖ്യാപിക്കുന്ന പ്രക്രിയ മാത്രമാണ് ബാക്കിയുള്ളതെന്ന് ചന്ദ്രിക പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. അമ്പലപ്പുഴ ജി സുധാകരൻ തൂക്കും. പരാജയ ഭീതിയിൽ
CPM എന്ന വാർത്ത. ഒപ്പം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ശോഭാ സുരേന്ദ്രൻ്റെ വിവാദത്തിൽ അടിച്ച് പണിക്കുറ്റം തീർക്കും, വോട്ടിന് നോട്ട് കലിപ്പ്, ഭീഷണിയുമായി ശോഭ, ബിന്ദു പുറത്ത്. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പണപ്പിരിവ് നടത്തിയെന്ന് ബിന്ദു പറഞ്ഞതടക്കമുള്ള വാർത്ത കൊടുക്കുന്നു. മാധ്യമത്തിൻ്റെ മുൻപേജിൽ ചരിത്രം കൈക്കുമ്പിളിൽ. പക്ഷേ ആർട്ടിമിസ് വാർത്ത ഏറ്റവും മനോഹരമായി നൽകിയത്, ഏറ്റവും നല്ല ലേഔട്ടിൽ നൽകിയത് മാധ്യമമാണെന്ന് തോന്നുന്നു. ഒപ്പം സമാധാന ചർച്ചയുടെ വാർത്തകൾ, ഭീഷണിയുമായി ട്രംപ് തുടരുന്നത്, ഒപ്പം ഈ കുട്ടിയുടെ ജീവനൊടുക്കിയ വാർത്ത, ഇതൊക്കെ തന്നെയാണ് പ്രധാന പത്രങ്ങളുടെയൊക്കെ മുൻ പേജുകളും ഉൾപേജുകളിലും ഇന്ന് വന്നിരിക്കുന്നത്. സേതു.